പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരെ അനുഗ്രഹിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, ശാസിക്കാറുണ്ട്. ചിലരെ നിരന്തരം അനുസരണക്കേട് കാണിച്ചാൽ അവരെ ശപിക്കുകയും ചെയ്യും. അത് സാധാരണയുള്ള ഒരു സംഭവമാണ്. ആദ്യമൊക്കെ നമ്മൾ വിളിച്ച് രഹസ്യമായിട്ട് വ്യക്തിപരമായി അവരോട് സംസാരിക്കും, അനുഗ്രഹിക്കും, അനുഗ്രഹങ്ങൾ കൊടുക്കും. എന്നാൽ ചില സമയത്ത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരെ ശാസിക്കേണ്ടതായിട്ട് വരും. ആ ശാസന പലപ്പോഴും പലർക്കും ഒരു ശാപമായിട്ടും വരും. നമ്മുടെ കർത്താവിന് അങ്ങനെ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് ആലോചനയ്ക്കായി തന്നിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സംഭവമുണ്ട്. യേശുവിന് ബഥാനിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരിക്കൽ വിശന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരത്തിയിൽ ധാരാളം ഇലകൾ ഉള്ളതായ ഒരു അത്തിവൃക്ഷം നിൽക്കുന്നത് കണ്ടു. വഴിയരികിൽ നിൽക്കുന്നത് കർത്താവ് കണ്ടുകൊണ്ട് പെട്ടെന്ന് നടന്ന് ആ അത്തിവൃക്ഷത്തിന്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇലകളല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല എന്ന്. അതിന്റെ അടുത്ത് ചെന്ന അത്തിവൃക്ഷത്തോട് കർത്താവ് പറഞ്ഞു, ഇനിയും നിന്നിൽ നിന്ന് ആരും ഫലം ഭക്ഷിക്കാതെ ഇരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 14-ാമത്തെ വാക്യത്തിന്റെ അവസാനം നാം വായിക്കുമ്പോൾ ഇങ്ങനെ അത്തിയോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കേട്ടു. രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായി ദൈവാത്മാവ് നമുക്ക് ചില സന്ദേശമായി തരുന്നതിന് ഉപയോഗിക്കുന്നു. ഒന്ന്, അത്തി അപ്പോൾ ഫലം കായ്ക്കുന്ന സമയം അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, ഫലം കായ്ക്കാത്ത സമയത്ത് ഫലം ആവശ്യപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകും? കർത്താവ് കാണിച്ചത് തെറ്റല്ലേ? ന്യായപരമായി നല്ല ചോദ്യവും നല്ല അഭിപ്രായവുമാണ്. എന്നാൽ അതിന്റെ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. ഒരത്തിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വഭാവമുണ്ട്. അതിൽ ധാരാളം ഇലകൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓരോ ഇലയുടെയും മുട്ടിൽ 2-3 കായ്കൾ വരും. യഥാർത്ഥ അത്തിയിൽ ഒറിജിനൽ അത്തിയുമുണ്ട്, കാട്ടത്തിയുമുണ്ട്. ഒറിജിനൽ അത്തിക്ക് അങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്. ആ തണ്ടിൽ നിന്ന് ഇലകൾ വരുന്നതായ ഭാഗത്ത് അതിന്റെ മുട്ടിൽ 2-3 ഫലങ്ങൾ എപ്പോഴും കാണും. ഒരു അത്തിവൃക്ഷത്തിൽ ഫലം കായ്ക്കാതിരിക്കുന്ന സമയത്ത്, ഫലങ്ങൾ കായ്ക്കുന്ന സമയമല്ല എങ്കിൽ അത്തിവൃക്ഷം പെട്ടെന്ന് അതിന്റെ ഇലകളെ പൊഴിച്ചു കളയും. അതിനൊരു സന്ദേശം മനുഷ്യരോട് കൊടുക്കുന്നു, ഇനിയും ഈ ഞാൻ ഇലകൾ ഇടുന്നത് വരെ എന്നിൽ ഫലമുണ്ടാകിയില്ല. ദൈവത്തിന് സ്തോത്രം. അതിൽ ഇലയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന ഒരു ഭാഷ, ധാരാളം ഫലം എന്നിലുണ്ട്, വരുവീൻ, എന്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശപ്പടക്കുവാനുള്ള ഫലം തരാം. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആ അത്തിവൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് ഇലകൾ കാണിച്ച് വിശക്കുന്നവരെ വിളിച്ചു വരുത്തുന്ന ഒരു അത്തിവൃക്ഷം വഴിയരികിൽ നിന്നുകൊണ്ട് അനേക നാളുകളായി വിശക്കുന്നവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സ്വഭാവം. കർത്താവ് അതിന്റെ അടുത്ത് ചെന്ന് അതിനോട് വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്, ഇനിയും നിന്നിൽ നിന്ന് ആരും ഫലം ഭക്ഷിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇനിയും നിന്റെ വഞ്ചനയുടെ വിളികൾ കേട്ടുകൊണ്ട് നിന്റെ അടുത്ത് വന്ന മനുഷ്യൻ വിശന്ന് പോകാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങനെ പറയുന്നത് ശിഷ്യന്മാർ കേട്ടു. ചില ശിക്ഷകളും ചില അനുഗ്രഹങ്ങളുമൊക്കെ കർത്താവ് പരസ്യമായിട്ട് മറ്റുള്ളവർ കാണുക തരും. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കാണുവാൻ ഇടയാക്കും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും ആവർത്തിച്ച് വഴിയരികിൽ പരസ്യമായിട്ട് നിന്നുകൊണ്ട് ഇലകൾ കാണിച്ചുകൊണ്ട് ധാരാളം വിളംബരം ചെയ്തുകൊണ്ട് എന്നിൽ ഫലമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്നവർക്ക് ഫലമില്ലാതെ അവർ വിശന്നവരായി മടങ്ങിപ്പോകുവാൻ സാഹചര്യമൊരുക്കിയാൽ ദൈവം ആ വിളികളൊക്കെയും നമുക്ക് ശാപമായി കണക്കിടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് ഈ വഴിയരികിൽ എന്ന് പറഞ്ഞാൽ? അനേകരെ തൃപ്തിപ്പെടുത്തുവാൻ, വഴിപോക്കർക്ക് വേണ്ടി, ദാഹിക്കുന്നവർക്ക് വേണ്ടി, വിശക്കുന്നവർക്ക് വേണ്ടി ഉപകാരപ്രദമാകുവാൻ
തൃപ്തിപ്പെടുത്തുവാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നതായ സ്ഥാനം. എന്നാൽ യഥാർത്ഥമായ തൃപ്തിപ്പെടുത്തുന്ന ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 1 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിനുശേഷം പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഈ വൃക്ഷത്തെ, അത്തിവൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന വൃക്ഷം, വഴിയരികിൽ ഇരിക്കുക, അവൻ പരിഹാസിയാണ്. ആ പരിഹാസത്തെ കർത്താവ് ശാപമായി കണക്കിടുന്നു. കർത്താവ് ശപിക്കുക, അല്ലെങ്കിൽ പരിഹാസികളോട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പരിഹാസ സ്വഭാവം, പരിശുദ്ധാത്മാവിന് വിരോധമായി നിങ്ങൾ പരിഹസിക്കുന്ന പരിഹാസം ദൈവം ക്ഷമിക്കുകയില്ല. ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിക്കാം, നമുക്ക് റിക്കവറി ചെയ്യാം. തെറ്റ് പറ്റിപ്പോയി കർത്താവേ എന്ന് നമുക്ക് പറഞ്ഞ് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ആ ഇരിപ്പിടം, ആ സ്ഥാനം, വഴിയരികിൽ ദൈവം നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴിയരികിലെ നിന്റെ സ്ഥാനം, നല്ല സ്ഥാനം, നീ വിശക്കുന്നവനെ പരിഹസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും. അത് ദൈവത്തിൽ നിന്ന് ശാപമായി കണക്കിന്. അത് സാധാരണ ശാപമല്ല. മറ്റുള്ളവർ കാണുക വെളിയരംഗമായിട്ട് ദൈവം ചില ശാസനകൾ തന്ന് ദൈവം നമ്മെ വ്യക്തിപരമായി ദൈവം നമ്മെ ശിക്ഷിക്കുന്നതിനിടയായിത്തീരും. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ, അവൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, അവന്റെ ഇടം പരിഹാസമാക്കി തീർക്കാതെ, വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതിനും ദാഹിക്കുന്നവരെ ദാഹം തീർക്കുന്നതിനും അവന്റെ സ്ഥാനം അവൻ ഉപയോഗിക്കും. ദുഷ്ടന്മാരുടെ ആലോചനകൾ അവൻ വെറുത്തുകൊണ്ടിരിക്കും. പാപികളുടെ വഴിയിൽ അവൻ നിൽക്കുകയില്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ പരിഹസിക്കുകയോ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ പല പ്രാവശ്യം ദൈവം നമുക്ക് താക്കീത് തരും, ബുദ്ധി ഉപദേശം തരും. പലരും ഇവനിൽ ഫലമില്ല, ഇലയില്ല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പോകും. എന്നാൽ ഒരു ദിവസം സൃഷ്ടാവ് നിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അനേക സാധുക്കൾ നിന്റെ അടുത്ത് വന്ന് വിശന്നവരായി പോയി. അനേക പാവപ്പെട്ടവർ നിന്റെ അടുത്ത് വന്ന് ദാഹിക്കുന്നവരായി കടന്നുപോയി. അവർക്ക് നിന്നോടൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിന്റെ പരിഹാസത്തെ അവർ കണ്ടുകൊണ്ട് ദുഃഖിതരായി കടന്നുപോയി. പക്ഷെങ്കിൽ നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ ശാസിക്കുവാനും അധികാരമുള്ള ഒരു അധികാരി ഒരു ദിവസം നിന്റെ അടുത്തുകൂടെ കടന്നുപോകും. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പരിഹാസികളുടെ ഇടം വിട്ട് നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുന്ന ഒരനുഭവം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പാപികളിൽ നിന്ന് വേർവിട്ടുകൊണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വിളംബരം ചെയ്യുന്നതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു എന്ന് നാം ഉറപ്പാക്കണം. കാലത്തെ നമുക്ക് അനേക സാഹചര്യങ്ങളെങ്കിൽ കർത്താവ് പരീക്ഷന്മാരോടൊരു കാര്യം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങിയാൽ നിങ്ങൾ പെരുമഴ വരുന്നു എന്ന് പറയുന്നില്ലേ? തെക്ക് നിന്ന് കാറ്റ് വീശിയാൽ ഉഷ്ണം വരുന്നു എന്ന് പറയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ വിവേചിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ സമയത്തെ നീ എന്തുകൊണ്ട് വിവേചിക്കുന്നില്ല? കാലങ്ങളെ, സീസണുകളെ, ഫലം കൊടുക്കേണ്ടതായ കാലങ്ങളെ കുറിച്ചുള്ളതായ ഒരു വിവരം, ഒരു ജ്ഞാനം, ഒരു പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് തക്ക കാലത്ത് ഉടയവന് ഫലം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരട്ടെ. നമ്മളെ ഓരോരുത്തരെയും ഓരോരോ വഴിയരികിലും ഓരോരോ സ്ഥാനങ്ങളിലും ദൈവം നമ്മുടെ കഴിവിനും ജ്ഞാനത്തിനും അറിവിനും ഓരോ പ്രാപ്തിക്കും അനുസരണമായിട്ട് ഓരോരോ സ്ഥാനങ്ങളിൽ നമ്മെ ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി ആക്കിയെന്നറിയാമോ? അനേകരെ തൃപ്തിപ്പെടുത്തുവാൻ. ദൈവം തന്നതായ ആ അഭിഷേകം, ഫലം കായ്ക്കുന്നതിനുള്ളതായ ആ കഴിവ്, ജ്ഞാനം, അറിവ്, അതൊക്കെയും മറ്റുള്ളവരുടെ വിശപ്പടക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും ഉപയോഗിക്കുവാൻ ദൈവം നമുക്ക് ജ്ഞാനം തരുമാറാകണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് മാറി ദൈവഇഷ്ടം ചെയ്യുന്നതായ ഒരു സ്വഭാവം നമ്മിൽ കടന്നു വരുമ്പോൾ അത് വഴിപോക്കർക്കൊക്കെയും നമുക്കും അനുഗ്രഹമായി
അനേകർ നമ്മുടെ ചുവട്ടിൽ വന്ന് ആശ്വാസം പ്രാപിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അതെത്ര ഭാഗ്യകരമാണ്. ഗോഡ് ബ്ലെസ് യു.